എല്ലാ സുഹൃത്തുക്കൾക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 27 നക്ഷത്രങ്ങളുടെയും ദിവസഫലം. അതിൽ തന്നെ ആദ്യമായി അശ്വതി നക്ഷത്രം. നിയമന ഉത്തരവുകൾ ലഭിക്കുവാൻ കാലതാമസം വരും. സാമ്പത്തിക പ്രയാസം അനുഭവത്തിൽ വരും. അന്യരോട് കയർത്ത് സംസാരിക്കും. ധനനഷ്ടം ഉണ്ടാകാൻ സാധ്യത. കുടുംബത്തിൽ കലഹത്തിന് സാധ്യത കാണുന്നുണ്ട്. വളരെയധികം ശ്രദ്ധിക്കുക. അടുത്തത് ഭരണി നക്ഷത്രമാണ്. സ്ത്രീകൾ മോശമായി പെരുമാറും. കഴിവതും യാത്രകൾ ഒഴിവാക്കുക. പ്രവൃത്തി നേട്ടത്തിന് കഠിനമായ പരിശ്രമം വേണ്ടിവരും. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. ആവശ്യത്തിന് മാത്രം പണം ചെലവഴിക്കുക. ദീർഘയാത്രകൾക്ക് യോഗം. ലഹരികളോട് താല്പര്യം ഉണ്ടാകുവാൻ സാധ്യത കാണുന്നുണ്ട്. ദാനകർമ്മങ്ങൾ നടത്തുവാൻ കഴിയും. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. ചതിയിൽപ്പെടാതെ സൂക്ഷിക്കുക. കലഹം ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. വ്യവഹാരങ്ങളിൽ പരാജയഭീതി. അടുത്തത് മകയിരം നക്ഷത്രമാണ്. കുടുംബ ഓഹരി കാര്യങ്ങളിൽ തീരുമാനങ്ങൾ ഉണ്ടാകും. ആഡംബര വസ്തുക്കളുടെ ലഭ്യത വന്നു ചേരും. നല്ല കാര്യങ്ങൾക്കായി പണം ചിലവഴിക്കും. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. സ്ത്രീകൾക്ക് അലച്ചിലും ജോലി കൂടുതലും വർദ്ധിക്കും. ജീവിതത്തിൽ ഉണ്ടായിരുന്ന കല്ലുകടികൾക്ക് അവസാനമുണ്ടാകും. സ്വന്തം പരിശ്രമത്താൽ വിജയം കൈവരിക്കുവാൻ സാധിക്കും. അടുത്തത് പുണർദം നക്ഷത്രമാണ്. മുൻകാല പ്രവൃത്തികൾ മൂലം ധനപ്രാപ്തി. ചിന്താശേഷിയോടുകൂടി പ്രവർത്തിക്കുന്നതിനാൽ പരാജയം വിജയമാക്കി മാറ്റുവാൻ സാധിക്കും. അടുത്തത് പൂയം നക്ഷത്രമാണ്. സ്ത്രീ സുഖം, ശയനസുഖം എന്നിവ അനുഭവത്തിൽ വരും. വായനാശീലം വർദ്ധിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ആയില്യം നക്ഷത്രമാണ് അടുത്തത്. സുഖവും ദുഃഖവും ഇന്നത്തെ ദിവസം മാറി മാറി അനുഭവത്തിൽ വരും. സാമ്പത്തികമായ നേട്ടം പ്രതീക്ഷിക്കാം. അടുത്തത് മകം നക്ഷത്രമാണ്. കുടുംബസ്വത്ത് ലഭിക്കുവാൻ ഇടയുണ്ട്. പൊതുജനങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിച്ചെടുക്കും. ജോലിയിൽ മടി കാണിക്കുന്നതായിരിക്കും. അടുത്തത് പൂരം നക്ഷത്രമാണ്. അകന്നു നിന്നവർ അടുക്കുന്നതായിരിക്കും. ദാമ്പത്യ സുഖം ഉണ്ടാകും. വികാരജീവിയായി കാണപ്പെടും. ലളിതകലകളിൽ താല്പര്യം പ്രകടിപ്പിക്കും. അടുത്തത് ഉത്തരം നക്ഷത്രമാണ്. സ്വാർത്ഥമായി പെരുമാറും. ആത്മീയതയും ദൈവാധീനവും കുറവായിരിക്കും ഇന്നത്തെ ദിവസം. അടുത്തത് അത്തം നക്ഷത്രമാണ്. വിവാഹകാര്യത്തിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകും. പുതിയ അറിവുകൾക്കായി പരിശ്രമിക്കും. ധനപ്രാപ്തി വന്നുചേരും. ജോലി, വിദ്യാഭ്യാസം തുടങ്ങിയ സംഗതികൾ അനുകൂലമാകുന്നതായിരിക്കും. അടുത്തത് ചിത്തിര നക്ഷത്രമാണ്. പരുഷമായ വാക്കുകൾ ഒഴിവാക്കുക. ശത്രുക്കളുടെ ശല്യം വർദ്ധിക്കും. നഷ്ടങ്ങളോ കഷ്ടതകളോ വന്നു ഭവിക്കാം. സ്ത്രീ സംബന്ധമായ വിഷയങ്ങളിൽ കരുതൽ വേണം. അടുത്തത് ചോതി നക്ഷത്രമാണ്. പുതിയ സ്ത്രീ സുഹൃത്തുക്കളെ ലഭിക്കും. ബുദ്ധിപരമായി പ്രവർത്തിച്ചാൽ കാര്യങ്ങൾ അനുകൂലമാകും. മധ്യാഹ്നത്തിന് ശേഷം ധനനേട്ടം. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. വ്യവഹാര പരാജയം അനുഭവത്തിൽ വരും. കലഹം, അതുപോലെ തന്നെ ജാമ്യം നിൽക്കുന്നതിൽ പ്രശ്നങ്ങൾ എന്നിവ വന്നു ഭവിക്കും. പ്രണയത്തിൽ പരാജയം സംഭവിക്കാം. വിജയിക്കുവാൻ നല്ല ശ്രമം തന്നെ ഇന്നത്തെ ദിവസം വേണ്ടിവരും. അടുത്തത് അനിഴം നക്ഷത്രമാണ്. കേസുകൾ, വഴക്കുകൾ എന്നിവയ്ക്ക് സാധ്യത. അയൽക്കാരുമായി കലഹസാധ്യത. ദൂരയാത്രയ്ക്കും സാധ്യത കാണുന്നുണ്ട്. പുതിയ സംരംഭങ്ങൾ മാറ്റിവെക്കുവാനുള്ള തീരുമാനമെടുക്കും. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. വീട് മാറി ആപത്തുക്കളിൽ നിന്നും ദൈവാധീനത്താൽ രക്ഷപ്പെടും. പോലീസ് കേസുകൾ വരെ വരാൻ സാധ്യത ഉള്ള ഒരു ദിവസമാണ്. അടുത്തത് മൂലം നക്ഷത്രമാണ്. രോഗദുരിതങ്ങൾക്ക് ശമനം ലഭിക്കും. നഷ്ടപ്പെട്ടു എന്ന് കരുതിയത് തിരികെ ലഭിക്കുന്നതായിരിക്കും. സർക്കാരിൽ നിന്നും അനുകൂലമായ അറിയിപ്പുകളും മറ്റും ലഭിക്കും. അടുത്തത് പൂരാടം നക്ഷത്രമാണ്. പ്രതിസന്ധികൾ താനെ മാറുന്നതായിരിക്കും. സൗന്ദര്യ വസ്തുക്കൾക്കായി ധാരാളം പണം ചിലവഴിക്കും. വിവാഹകാര്യത്തിന് കാലതാമസം ഉണ്ടാകും. അടുത്തത് ഉത്രാട നക്ഷത്രമാണ്. കലഹത്തിന് വരുന്നവരെ പോലും സരസമായി സംസാരിച്ച് വശത്താകും. മംഗളകർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നതായിരിക്കും. അടുത്തത് തിരുവോണ നക്ഷത്രമാണ്. വിദേശവാസം ഗുണം ചെയ്യും. കുടുംബസുഖം ലഭിക്കും. ചിരകാല അഭിലാഷം നടപ്പിലാകും. വാഹനയോഗം കാണുന്നുണ്ട്. അടുത്തത് അവിട്ട നക്ഷത്രമാണ്. ബന്ധുബലം വർദ്ധിക്കും. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും. പിശുക്ക് കാണിക്കും. കടുത്ത നിരാശാബോധം ഉണ്ടാകുന്നതായിരിക്കും. അടുത്തത് ചതയ നക്ഷത്രമാണ്. തൊഴിൽ രംഗത്ത് അവിചാരിതമായ ധനനേട്ടം ഉണ്ടാകും. വിദേശയാത്രാശ്രമങ്ങൾ വിജയിക്കും. സുഹൃത്തുക്കളെ കൊണ്ട് ഉപകാരങ്ങൾ ഉണ്ടാകും. ഉപകാരസ്മരണ കാണിക്കും.
അടുത്തത് പൂരുരുട്ട നക്ഷത്രമാണ്. നിർമ്മാണ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കും. സമ്മാനാദികളും മറ്റും ലഭിക്കുന്നതായിരിക്കും. ധനപ്രാപ്തി ഉണ്ടാകും. ഔദ്യോഗികമായ ആനുകൂല്യങ്ങൾ ലഭിക്കും. അടുത്തത് ഉത്രട്ട നക്ഷത്രമാണ്. താൽക്കാലികമായിരുന്ന ജോലി സ്ഥിരമാകും. ഔഷധ സേവ നിർത്തുവാനും രോഗം ഭേദമാകുവാനും യോഗം കാണുന്നുണ്ട്. കുടുംബത്തിൽ സമാധാനം കളിയാടും. അവസാനമായി രേവതി നക്ഷത്രമാണ്. കീഴ് ജീവനക്കാരെ ശാസിക്കേണ്ടി വരും. എതിർപ്പുകളെ നേരിടേണ്ടി വരും. വിവാഹ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾക്ക് സാധ്യത. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ചാനലിൽ വരുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. കൂടാതെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു വേണ്ടപ്പെട്ടവരിലേക്കും എത്തിക്കുകയും ചെയ്യും എന്ന വിശ്വാസത്തോടുകൂടി എല്ലാവർക്കും നന്മയും ഈശ്വരാനുഗ്രഹവും സകലവിധമായ ഐശ്വര്യങ്ങളും അനുഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം.